ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹനാസ് വേൾഡ്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ്. വേറെ ഒന്നുമല്ല, നല്ല അടിപൊളി നീർദോശയും നാടൻ കടലക്കറിയും ആയിട്ടാണ്. അപ്പം നമുക്ക് ആദ്യം കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കതൊന്ന് കാണാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ആ കടല വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് വെള്ളക്കടല തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി അതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ കടല മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാനും വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഞാനിവിടെ ഗ്യാസ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിൽ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ കടല വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയം കൊണ്ടിട്ട് അതിൻ്റെ ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള വലിയുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി ഇവിടെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിവിടെ തക്കാളിയൊന്നും ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഞാനിവിടെ ഒരു തക്കാളിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളകും കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഗ്രേവി ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സാദാ മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കശ്മീരി ചില്ലി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു സ്പെഷ്യൽ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള നല്ല അടിപൊളി കടലക്കറിയാണ്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആ പൊടികളുടെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് കുറച്ചായി വെള്ളം ചേർത്ത് കൊടുക്കാം.
അപ്പോഴേ നമ്മുടെ പൊടികളൊക്കെ നന്നായി ആ ഗ്രേവിയിലൊക്കെ ഒന്ന് മിക്സായി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുള്ളൂ. ഞാനിവിടെ മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഞാനത് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കടല ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കടലയൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ കറി ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അത് ഇടണ്ട, സ്കിപ്പ് ചെയ്താൽ മതി. മല്ലിയില ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും കറിക്ക്. നമ്മളിവിടെ ചിക്കൻ കറി പോലുള്ള കടലക്കറി ആണല്ലോ ഉണ്ടാക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കടലക്കറി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നാക്കി നമുക്ക് മിക്സാക്കി എടുക്കാം. നമുക്ക് ഈ കടലയൊക്കെ ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം കറിയുമായിട്ട്. ഈ സമയത്ത് നമുക്ക് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇത്തിരിയും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കടലയിൽ ആ കറിയൊക്കെ ഗ്രേവിയൊക്കെ നന്നായി പിടിച്ച് വരാൻ നമ്മളൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതായിരുന്നു. അപ്പോൾ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ കടലക്കറി കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റുള്ള കടലക്കറിയാണ്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള നീർദോശയാണ്. ഇഡ്ഡലിയുടെ ദോശയുടെ ഒക്കെ പച്ചരി 1.5 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. പിന്നെ ഞാനൊരു 1/2 കപ്പ് തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുത്ത് വരാം. അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരാവശ്യത്തിനുള്ള പച്ചരി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വെള്ളം ഒഴിക്കണം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇതാ നമ്മുടെ അരപ്പ് ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. നമുക്ക് ഇത് നീർദോശയുടെ ആ ഒരു ലൂസാക്കി ഒന്ന് എടുക്കണം. ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഒന്ന് കൊണ്ടുവരണം. ഞാൻ അതിനു വേണ്ടിയിട്ട് ഇവിടെ കുറച്ചുകൂടെ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെത് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നത്. To love
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം. ഇതാ നല്ലൊരു ലൂസായി നിൽക്കുന്ന കൺസിസ്റ്റൻസിയാണ്, നമ്മൾ വെള്ളം എടുക്കുന്ന പോലത്തെ കൺസിസ്റ്റൻസി. ഇനി നമുക്കതൊന്ന് ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നന്നായി ഓയിൽ തടവി കൊടുക്കണം. ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പൊക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഈ മാവ്. എന്നാലേ ആ കറക്റ്റ് ഓട്ടോട്ടകൾ വരുള്ളൂ. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഒരിത്തിരി നേരം 2 മിനിറ്റ് 1 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചാൽ മതി. ഇതാ നമ്മുടെ നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്കത് കിട്ടും. ഒരു പേപ്പറിൻ്റെ തിന്നായിട്ടുള്ളൊരു ദോശയായിരിക്കും. നല്ല ടേസ്റ്റിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ. നമുക്കിതൊന്ന് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ നീർദോശ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഇതുവരെ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ തന്നെ നിൽക്കുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി നീർദോശയും കടലക്കറിയും ചിക്കൻ കറിയുടെ ടേസ്റ്റുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലതാണ്. കൂടാതെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡിഷുമായി നമുക്ക് കാണുന്നത് വരെ ബൈ.